നമസ്കാരം. ദില്ലി മദ്യനയ കേസിൽ BRSന്റെ നേതാവ് കെ കവിത അറസ്റ്റിലായത് ഇന്നലെയാണ്. നമുക്കറിയാം, ഹൈദരാബാദിലുള്ള ജൂബിലി ഹിൽസിലെ കവിതയുടെ വീട്ടിൽ വെച്ചാണ് ED അവരെ അറസ്റ്റ് ചെയ്തത്. ഈ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിനോടൊപ്പം തന്നെ IT വകുപ്പുകളും റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിന് തൊട്ടു പിന്നാലെ കവിതയുടെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. ദില്ലി മദ്യനയ കേസിൽ കവിതയ്ക്കുള്ള പങ്ക് കൃത്യമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു കടുത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. ദില്ലി സർക്കാരിന്റെ കീഴിൽ ായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് 2012 സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നതായും ഈ അഴിമതിക്കിടയിൽ കള്ളപ്പണം വെളുപ്പിച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. മദ്യ വ്യവസായികൾക്ക് ഈ ഇടപാടിലൂടെ അനർഹമായ ലാഭം ലഭിക്കുകയും ചെയ്തു. ഈ കേസിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് 4 പേരാണ്. ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലിയിലെ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. 2, ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന മനീഷ് സിസോദിയ. അതിനോടൊപ്പം തന്നെ BRSന്റെ നേതാവായ കെ കവിത, വിജയ് നായർ എന്ന മലയാളി. ഇവർ ഉൾപ്പെട്ട ഈ സംഘം ദില്ലി മദ്യനയ കേസിൽ അനർഹമായ ധാരാളം ലാഭം കൊയ്തു എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കവിതയുടെ അറസ്റ്റ് BRSന് വലിയ രീതിയിൽ തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിരവധി തവണ ആദായ നികുതി വകുപ്പും അതിനോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കവിതയ്ക്ക് നോട്ടീസുകൾ അയച്ചിരുന്നു. അതേസമയം ഈ നോട്ടീസിനെതിരെ കവിത സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. മദ്യശാല ലൈസൻസ് ലഭിക്കാൻ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് 100 കോടി രൂപ കൈക്കൂലി നൽകിയ സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണ് കവിത എന്നായിരുന്നു EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആരോപണങ്ങളെ നിഷേധിച്ച കവിത ഈ EDയുടെ നോട്ടീസുകളെ മോഡി നോട്ടീസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഡ്രാമ ഇറക്കുകയും ചെയ്തിരുന്നു. എന്തായാലും KCR എന്ന K ചന്ദ്രശേഖർ റാവു തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഒരു അതികായനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ KCRന്റെ മകൾ അറസ്റ്റ് വരിക്കുമ്പോൾ ഇതേ ദക്ഷിണേന്ത്യയിലെ മറ്റു ചില മക്കളെയും അച്ഛന്മാരെയും കുറിച്ചുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. 2, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴകത്തിന്റെ തലവൻ MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും. തന്നെ അകത്താക്കിയാൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയായ വീണ വിജയനെ അകത്താക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ന് 2020 പാർട്ടിയുടെ തലവനും വ്യവസായിയുമായ സാബു M ജേക്കബ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ തന്നെ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഈ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ മാസമാണ്. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതായി SFIO കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് CMRL വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. അതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ നൽകിയതിന് തെളിവുണ്ട് എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആരോപണം ഉയർത്തിയിരുന്നു. എന്തായാലും മാസപ്പടി കേസിലും മദ്യനയ കേസിലുമൊക്കെ മക്കൾ പെടുമ്പോൾ അച്ഛന്മാരുടെ ഉറക്കം കൂടിയാണ് ഇല്ലാതാവുന്നത്. അടുത്തത് ഉദയനിധി സ്റ്റാലിനാണ്. DMKയുടെ യുവ നേതാവാണ്. MK സ്റ്റാലിന്റെ മകൻ. ഈ തമിഴ്നാട് മന്ത്രിസഭയിലെ യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ് ഉദയനിധി. ഉദയനിധിയെ സംബന്ധിച്ച് അഴിമതി ഒരു പുതിയ കാര്യമല്ല. DMKയുടെ പാരമ്പര്യം തന്നെ അഴിമതിയിൽ ഊന്നിയുള്ളതാണ്. അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉൾപ്പെടെ DMK നേതാക്കൾ അകത്ത് കിടപ്പുമുണ്ട്. എന്തായാലും ഉദയനിധി സ്റ്റാലിന് കോടതി കഴിഞ്ഞ ദിവസമാണ് വിവാദമായ സനാതന ധർമ്മ പരാമർശത്തെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കുന്നതിനിടയിൽ വ്യക്തമായ താക്കീത് നൽകിയത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും കടുത്ത താക്കീത് ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ജാഫർ സാദിഖ് ഉദയം ചെയ്യുന്നത്. ദില്ലിയിൽ അടുത്തിടെ നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ DMKയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ ജാഫർ സാദിഖിനെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ദില്ലി പോലീസിന്റെ പ്രത്യേക സെല്ലും ചേർന്ന് അറസ്റ്റ് ചെയ്തതോടുകൂടി തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറി മറിയുകയാണ്. കാരണം DMKയുടെ ചെന്നൈ വെസ്റ്റ് ജില്ലയിലെ NRI വിഭാഗം ഓർഗനൈസറായ ഈ ജാഫർ സാദിഖിന് ഉദയനിധി സ്റ്റാലിനുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ കേസിൽ ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പോലും തമിഴകത്ത് പരക്കുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിന് രാഷ്ട്രീയത്തിൽ മാത്രമല്ല
മാത്രമല്ല, മറിച്ച് സിനിമാ മേഖലയിലും കൃത്യമായ മേൽക്കൈയുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിലുള്ള താരങ്ങൾക്ക് പോലും ഉദയനിധിയുടെ അടുപ്പക്കാരനായ ജാഫർ സാദിഖ് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തമിഴകത്തെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ജാഫർ സാദിഖ് രംഗപ്രവേശം ചെയ്തതോടുകൂടി ഉദയനിധി സ്റ്റാലിന് മേൽ വന്നിരിക്കുന്നത് വലിയ ആരോപണമാണ്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി വലുതാണ്, അതിൻ്റെ തീവ്രതയും വലുതാണ്. നമുക്കറിയാം, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഭരണകക്ഷിക്ക് നേരെ ഈ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയരുന്നത്. പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ BJPയും AIADMKയും ഇപ്പോൾ തമിഴകത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം തന്നെ സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു DMK എന്നതാണ്. ഭാവി തലമുറയെ നശിപ്പിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് രാജ്യത്തെ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. സ്റ്റാലിന്റെയും കൂട്ടരുടെയും അഴിമതിക്കൊപ്പം ലഹരിയും എത്തുമ്പോൾ തമിഴകത്തെ പൊതു തെരഞ്ഞെടുപ്പിന് എരിവേറും എന്നുറപ്പാണ്. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, മറിച്ച് വടക്കേ ഇന്ത്യയിലും മക്കൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട ചില അച്ഛന്മാരുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെയും ഒക്കെ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും കവിതയുടെ അറസ്റ്റ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഏത് വമ്പനും വഴുതി പോകാവുന്ന ഒരു സിസ്റ്റമല്ല ഇപ്പോൾ ഈ രാജ്യത്ത് ഉള്ളതെന്ന്.